നോക്കുകയാണെങ്കിൽ കുറുകാലിയിൽ ചാര, നെക്ക് കാപ്പി കുറുകാലിയാണ് ഇത്. ഒരു ഭാഗത്ത് പോയി കേട്ടോ. പാൽ കൊടുക്കുന്നുണ്ട്, കാഫ് സ്റ്റാർട്ടർ, നമ്മൾ അമൂലിൻ്റെ കാഫ് സ്റ്റാർട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി പച്ചപ്പുല്ലും ശൈലേജും എല്ലാം കഴിച്ചോളൂ. ഇത് നമ്മുടെ കല്ലൂരിൻ്റെ മോൾ കാവേരിയാണ് കേട്ടോ. കാവേരി ഇപ്പോൾ ഒരു 2 ആഴ്ചയായിട്ട്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഹാർദവ സ്വാഗതം. നമ്മൾ കുറേ നാളുകളായി ആക്ച്വലി വീഡിയോസൊക്കെ ചെയ്തിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു, നമ്മളൊരു പുതിയൊരു സ്ഥാപനമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുറകിലായതുകൊണ്ട് നമ്മൾ പുറത്തുള്ള മാർക്കറ്റ് വീഡിയോസോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി വീഡിയോസ് പോലും നമുക്ക് എടുക്കാനുള്ള സമയം കിട്ടുന്നില്ല. അപ്പോൾ അതിനിടയ്ക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ആൾക്കാർ നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, വീഡിയോസ് കാണുന്നില്ല, ഫാമിൻ്റെ അപ്ഡേറ്റ്സ് കാണുന്നില്ല, മാർക്കറ്റ് വീഡിയോസ് കാണുന്നില്ല, നിങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് മെസ്സേജൊക്കെ കാണാറുണ്ട്. അങ്ങനെ നമ്മുടെ പുതിയ സ്ഥാപനം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. അപ്പോൾ നല്ല രീതിയിലൊരു റെസ്പോൺസാണ് നമുക്ക് കേരളത്തിൽ നിന്ന് മാത്രമല്ല കേട്ടോ, സൗത്ത് ഇന്ത്യ ഫുള്ള്, തമിഴ്നാടാണെങ്കിലും കർണാടകയിലും ആന്ധ്രയാണെങ്കിലും ഒരു 3-4 സ്റ്റേറ്റിൽ ഓൾറെഡി നമ്മളിപ്പോൾ അയച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ ഇപ്പോൾ എല്ലാവരും ഇതുവരെ തന്ന സപ്പോർട്ട് നന്ദി. ഇത് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ഇത് നമ്മുടെ കല്ലൂരിൻ്റെ മോൾ കാവേരിയാണ് കേട്ടോ. കാവേരി ഇപ്പോൾ ഒരു 2 ആഴ്ചയായിട്ടുണ്ട്. കുഞ്ഞിപ്പോൾ വെച്ചാൽ ചെറുതായിട്ട് കാഫ് സ്റ്റാർട്ടൊക്കെ തിന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അമൂലിൻ്റെ കാഫ് സ്റ്റാർട്ട് കുറച്ച് കൊടുക്കും. ആശത്തി പാല് കുടിച്ച് കുറച്ച് തിന്ന് കഴിഞ്ഞിട്ട് വെച്ചേക്കുക. ബാക്കി ഇനിയിപ്പോൾ അടുത്ത പാല് വേണം, അടുത്ത പാലുകൂടി വേണം. മെയിൻലി പാലുകൂടി തന്നെയാണ് കേട്ടോ. പിന്നെ ഇച്ചിരി നമ്മളൊരു പിടി 2 ആഴ്ച കഴിഞ്ഞപ്പോൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു തൊഴുത്തിൽ കുറച്ച് പക്ഷികളുടെ അപ്ഡേറ്റഡ് ആണെന്ന് അറിയിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ അമ്മൂൻ്റെ മോളാണ്. ഇവിടെ ഇപ്പോൾ 2-3 ഹീറ്റ് കഴിഞ്ഞായിരുന്നു. ഇവിടെ നമ്മളിപ്പോൾ കഴിഞ്ഞൊരു ഹീറ്റിൽ കുത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഓവർ സൈസൊന്നും അല്ല, ഒരു മീഡിയം സൈസാണ്. അമ്മൂനെ അറിയാലോ, അമ്മ ഒരു മീഡിയം ടൈപ്പാണ് ഇത്. പക്ഷേ ആക്ച്വലി മിഡ് നൈറ്റ് ആണ്. നമ്മൾ ജേഴ്സിയിൽ മിഡ് നൈറ്റ് കുത്തി വെച്ചിട്ട് നമുക്ക് കിട്ടിയ കുട്ടിയാണ്. പക്ഷെ അമ്മൂൻ്റെ ഒരു ക്യാരക്ടറുണ്ട്, ജേഴ്സിയുടെ ഒരു ക്യാരക്ടറും അതിൻ്റെ സൈസും ഒക്കെയാണ് എത്തിയിട്ടുള്ളത്. എൻ്റെ തലയിലൊരു കുഴിയും ഒരു HF ജേഴ്സി ക്രോസ് ആണ് ആക്ച്വലി ഇത്. അതിൻ്റെ തന്താന്ന് പറയുന്നത് നമ്മൾ മിഡ് നൈറ്റ് 40-125 ആണ് കുത്തി വെച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ കുട്ടിയാണ്. അപ്പോൾ അതിൽ നമ്മൾ ഇവിടെ ഒരു മീഡിയം ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഞാൻ കുത്തി വെച്ചിരുന്നത് ജേഴ്സിയാണ്. അപ്പോൾ HF ഒക്കെ ഓവർ ചിലപ്പം വലിപ്പമുള്ള കുട്ടികളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവളും സൈസ് ചെറുതായതുകൊണ്ട് ഞാൻ ജേഴ്സി കുത്തി വെച്ചിട്ടുണ്ട്. ഇപ്പം കുത്തി വെച്ചിട്ടേ ഉള്ളൂ. ഇവിടെ അമ്മൻ്റെ കൂടെ ഒരു മീഡിയം ടൈപ്പിലൊരു പശുവാണ്. പിന്നെ നമ്മുടെ കല്ലു ഇപ്പം പ്രസവിച്ചിട്ടൊരു 10 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു പാലിൻ്റെ ഒക്കെ അപ്ഡേറ്റ് ആയിട്ടൊന്നും ഞാനിത് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം നിലവിൽ നമുക്കൊരു 12 ലിറ്റർ വരെയൊക്കെ മോർണിംഗിലായിട്ടുണ്ട്. ഈവനിങ് നമുക്കൊരു 7 to 8 ലിറ്റർ, ഒരു 20 ലിറ്ററിനകത്ത് നിലവിലൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു 10 ദിവസം കഴിഞ്ഞിട്ടുണ്ട് പ്രസവിച്ച് കഴിഞ്ഞിട്ട്. പക്ഷേ നല്ല കട്ടിപ്പാലാണ് കേട്ടോ. നമുക്ക് ഇവിടെ കിട്ടുന്നത് ഏറ്റവും കട്ടി പാലാണ് ഇവർക്കൊക്കെ കിട്ടുന്നത്. പിന്നെ ബാക്കി ഇവിടെ ഇപ്പോൾ കുത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ കുത്തി വെച്ചിട്ടുണ്ട്. ചാനൽ ഇത് കൺഫേം ആക്കിയിട്ടില്ല, ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ വീണ്ടും നമ്മൾ കുത്തി വെച്ചിട്ടുണ്ട്. അതിനിപ്പം ചന ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല, ചെക്ക് ചെയ്ത് നോക്കണം. അടുത്ത നമ്മുടെ കുറച്ച് പശുക്കളുടെ വിശേഷങ്ങളാണ് കേട്ടോ. ഇവിടെ നമ്മുടെ അമ്മ നിൽക്കുന്നുണ്ട്, കൊച്ചു തുമ്പി നിൽക്കുന്നുണ്ട്, കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തുമ്പിയെ കൊടുത്തായിരുന്നു. തുമ്പിയുടെ സ്ഥാനത്താണ് ഇപ്പോൾ നമ്മൾ കൊച്ചു തുമ്പി ഇവിടെ നിൽക്കുന്നത്. പിന്നെ അപ്പോൾ കാത്തൂനെയാണെങ്കിൽ നമ്മൾ വീണ്ടും ഇൻസർമേഷൻ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി HF ആണ് കുത്തി വെച്ചിട്ടുള്ളത്. പിന്നെ കൊച്ചു തുമ്പി കുത്തി വെച്ചിട്ടുണ്ട്. അമ്മു ഇപ്പോൾ ഒന്ന് ഹീറ്റ് കഴിഞ്ഞു. അമ്മുവിനെ പക്ഷേ കുത്തി വെച്ചിട്ടില്ല. ഞാൻ വിശ്വാസം അടുത്ത ഹീറ്റ് ആവട്ടെ എന്ന് വിചാരിക്കുന്നു. ഇതിൽ കുത്തി വെച്ചിട്ടില്ല. അപ്പോൾ അമ്മു 2 മാസം ആയിട്ടുള്ളൂ. ഇപ്പോൾ അടുത്ത ഹീറ്റ് ആവട്ടെ എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ കൺമണി നമ്മുടെ കാത്തൂൻ്റെ മകളാണ്. ഇവള് ആക്ച്വലി ഇപ്പോൾ ഒരു 2-3 മാസം ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പാല് കുടിക്കുന്നുണ്ട് കേട്ടോ. പാല് കുടിക്കുന്നുണ്ട്. കാഫ് സ്റ്റാർട്ടർ, നമ്മൾ അമൂലിൻ്റെ കാഫ് സ്റ്റാർട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി പച്ചപ്പുല്ലും ശൈലേജും എല്ലാം കഴിച്ചോളൂ. ഇത് പിന്നെ നമ്മുടെ ജോലിക്കാരാണ് കേട്ടോ. നമ്മൾ കാണാനെല്ലാം ഇവിടെ കൊണ്ടിട്ടാൽ മതി. അവരെ നല്ല ചേതന്നെ ഇളക്കി ഉണക്കി തരും. പക്ഷേ ഉണങ്ങുന്ന നമ്മൾ ചാക്കിലാക്കിയിട്ട് മാറ്റി കിട്ടും. ഇപ്പോൾ ഒരു രാവിലെ തൊട്ടുള്ള പരിപാടിയാണ്. രാവിലെ എല്ലാവരും ഇപ്പോൾ കുറച്ച് റെസ്റ്റാണ് കേട്ടോ, ഷിഫ്റ്റാണ്. കുറേ ആൾക്കാർ വർക്ക് ചെയ്യും, കുറേ ആൾക്കാർ ഇവിടെ റെസ്റ്റ് എടുക്കും. പിന്നെ ഇവർ പോകുമ്പോൾ അവർ വരും. അങ്ങനെ ഷിഫ്റ്റ് വർക്കാണ് നമ്മൾക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ അവിടെ കുറച്ചുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് കൂടുകൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കൊരു ഹൈടെക് കൂട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ കോഴികൾ ഒരുപാട് ആവുന്നതനുസരിച്ചും നമ്മൾ കൊടുക്കുന്ന കോഴികൾ തിരിച്ച് നമ്മൾ എടുക്കാറുണ്ട്. അപ്പോൾ അവരൊക്കെ ഇടാനുള്ള കുറച്ച് സൗകര്യക്കുറവുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹൈടെക് കൂട് ചെയ്ത് ഇതിൽ ഒരേ സമയം നമുക്ക് 48ഓളം കോഴികൾ നമുക്ക് ഇടാൻ പറ്റും. പിന്നെ കുറച്ച് മുട്ടക്കോഴിയുണ്ട്, ഒരു സാസോ, കരിങ്കോഴി, അങ്ങനെ കുറച്ച് മുട്ടക്കോഴിയുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ നാടൻ കോഴികളാണ്. ഇതിൽ ഒരു കൂടുതൽ നമുക്കൊരു 3-4 നാടൻ കോഴി ആണെങ്കിൽ 4-5 ഇടാൻ പറ്റും. ഒരു നിപ്പിൾ ഓട്ടോമാറ്റിക് സെഷൻ കൊടുത്തിട്ടുണ്ട്. തീറ്റ നമുക്ക് ഇടാൻ പറ്റും. മുട്ട നമുക്ക് ഇവിടെ കളക്കാം, ഇവിടെ നമുക്ക് മുട്ട എടുക്കാൻ പറ്റും. പിന്നെ താഴെ വന്ന് അറ്റാക്ക് ചെയ്യിക്കാൻ വേണ്ടി 4 സൈഡിലും നമ്മൾ നെറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫുൾ റൗണ്ടിൽ നമ്മൾ ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ഒരു കട്ടയുടെ കനത്തിൽ നമ്മൾ സീലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് സീട്ടാണെങ്കിൽ അവിടെ കിടന്ന് ദ്രവിച്ച് പൊടിഞ്ഞു പോകും. അപ്പോൾ ഒരുപാട് സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്
ഒരു കട്ടയുടെ ഹൈറ്റിൽ നമ്മൾ ചീലിട്ടേക്കുന്നത്. ഇതിൻ്റെ അടിയിൽ കൂടി ഒന്ന് കയറാതിരിക്കുമ്പോൾ ഇവിടെ നെറ്റ് ഫുള്ള് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടാങ്കിൽ 48 കോഴികൾക്ക് നമുക്ക് വെള്ളം പോകുന്നത്. ഇതൊക്കെയാണെങ്കിൽ നമ്മൾ പെയറാക്കി ഇട്ടേക്കുന്നതാണ്. ഇതൊക്കെ നമ്മൾ കൊടുക്കാനിട്ടേക്കുന്ന പെയർസൊക്കെയാണ്. പിന്നെ ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ ബ്രീഡിങ്ങിന് ഇട്ടേക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഒരു ഫുള്ളായിട്ടുള്ള തൊപ്പി, നെക്ക്, ബ്ലാക്ക് ഹെഡ് കാപ്പീസ്, പൂവന്മാർ, ഒരു പൂവൻ 2 പെട, അതൊരു പൂവൻ പെട, പിന്നെ എല്ലാം സെപ്പറേറ്റ് ഇട്ട്. ഇത് കരിങ്കോഴിയുടെ ഒരു സെറ്റാണ്. അപ്പോൾ ഈ ഒരു ടാങ്കിൽ നിന്നാണ് നമുക്ക് 48 കോഴികൾക്കുള്ള വെള്ളം പോകുന്നത്. ഈ ഒരു ടാങ്ക് സെറ്റ് ചെയ്തിട്ട് ടാങ്കിൽ നിന്ന് ഒരു ഫ്ലെക്സിബിൾ പൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് 3/4 ഇഞ്ചിൻ്റെ പൈപ്പാണ്. ഇത് എൽബോ ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ എൽബോ ഇട്ട് വളച്ചേക്കാണ്. ഇതിനകത്ത് നമ്മൾ എല്ലാം 360യുടെ നിപ്പിൾ വിത്ത് കപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പാത്രമാണ്. പിന്നെ മുട്ട നമുക്കിവിടെ കളക്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു ഏരിയയിൽ മുട്ട വന്നു കഴിഞ്ഞാൽ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ഇത് കരിങ്കോഴിയുടെ ഒരു സെറ്റാണ്. പിന്നെ ബാക്കിയെല്ലാം നാടൻകോഴി പേയേഴ്സ്. മുട്ട ഇതേപോലെ നമുക്ക് ഇവിടെ വന്ന് കിടക്കും. ഇവിടെ വന്ന് കിടന്നു കഴിഞ്ഞാൽ കാക്ക ഒന്നും കൊത്തത്തില്ല, വേറെ ഒന്നും എടുത്തുകൊണ്ട് പോകത്തില്ല. നമുക്ക് വന്നിട്ട് സമയം പോലെ കളക്ട് ചെയ്താൽ മതി. ഇതേപോലെ തീറ്റ കൊടുക്കുക, വെള്ളം കൊടുക്കുക. നമുക്ക് ജോലിഭാരം കുറയ്ക്കാൻ പറ്റും. ഇതിൻ്റെ പുറകിൽ ഇവർക്ക് ആദ്യം നിറച്ച് വെള്ളം കൊടുക്കുകയാണെങ്കിൽ 24/7 വെള്ളം കിട്ടും. പിന്നെ തീറ്റയാണെങ്കിൽ നമുക്ക് നിറച്ചിട്ട് കൊടുത്താൽ അവർക്ക് ഇഷ്ടം പോലെ കിട്ടും. പിന്നെ നമുക്ക് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അസീലിൻ്റെ ബ്രീഡിങ് സെറ്റാണ്. ഇവർ കുറേ കൂടെ ആയിട്ടുണ്ട്, സെറ്റായി വരുന്നുണ്ട്, ഒരു ലുക്കൊക്കെ ആയി വരുന്നുണ്ട്. ഇവർ മുട്ടയിട്ട് തുടങ്ങിയിട്ടില്ല. ഇവരൊന്നും സെയിലല്ല കേട്ടോ. ഇവരുടെയൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളെ ഇറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റാക്കിക്കൊണ്ട് വരുന്ന ഒരു പേരൻറ്റ് സ്റ്റോക്കാണ്. ഇത് ഫുൾ വൈറ്റിൻ്റെ ഒരു പെയർ, ഇതൊരു ഫുൾ വൈറ്റിൻ്റെ ഒരു പൂവനും 2 പെടയാണ്, ഒരു ബ്ലാക്കും വൈറ്റും. ഇതിലൊരു പെയറാണ് വൈറ്റിൻ്റെ. ഇത് നല്ല താടിയൊക്കെയുള്ള ലുക്ക് ഉള്ളൊരു പൂവനാണിത്. അതിൻ്റെ ചുണ്ട് നല്ലൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. പിന്നെ ഇതിന് താഴെ നമുക്കൊരു സെറ്റുണ്ട്. ഇതിൽ നമുക്ക് കുറച്ചുകൂടെ വലിയ ടൈപ്പ്. ഇവരൊന്നും സെയിലല്ല, ഇവർ നമ്മൾ കുഞ്ഞുങ്ങളെ ഇറക്കാൻ വേണ്ടി ഇട്ടേക്കുന്നതാണ്. ജെറ്റ് ബ്ലാക്ക് ആണെങ്കിലും റെഡ് ആണെങ്കിലും സിൽവർ ആണെങ്കിലും മയിൽ കോഴി ആണെങ്കിലും അങ്ങനെ എല്ലാ വെറൈറ്റീസും ആയിട്ടുള്ള അസീൽസ് നമുക്കിതിലുണ്ട്. ഇതിപ്പോൾ നമ്മുടെ നല്ല വെറൈറ്റി കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കുറുകാലിയിൽ ചാര, നെക്ക്, കാപ്പി, കുറുകാലിയാണ് ഇത്. ഒരു ഭാഗത്തേൽ പോയി അതൊരു പൂവനാണ് കേട്ടോ കാപ്പിയിൽ. ഇതാണെങ്കിൽ ഒരു നെക്ക് കാപ്പിയിൽ ഒരു പേടിച്ചു കേട്ടോ, ഒരു പെടക്കോഴിയാണ്, നല്ലൊരു കാപ്പിയാണ്. ഇതൊക്കെ ഒരു ബ്ലാക്ക് വൈറ്റിൽ തൊപ്പി വരുന്ന കോഴിയാണ്. അങ്ങനെ ഇതൊരു 2 മാസത്തിനകത്തായ കുറച്ച് എല്ലാ വെറൈറ്റീസും ഇഷ്ടമുള്ള കുറച്ച് കോഴികളാണ്. നമ്മുടെ വീഡിയോസിൽ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്യാറുണ്ട് നമ്മുടെ നമ്പർ ചോദിച്ചിട്ട്, അല്ലെങ്കിൽ ഈ കോഴിയുടെ വേണമെന്ന് പറഞ്ഞിട്ട്. മെജോറിറ്റി നമ്മുടെ ഫേസ്ബുക്കിൽ വീഡിയോസ് എല്ലാം സെയിലായതിനു ശേഷമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ നമ്പർ കൊടുക്കാത്തത്. നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ കോഴി വാങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലൊരു വീഡിയോയിൽ ഒരു QR കൊടുത്തേക്കാം. ആ ഒരു QR ഗൂഗിളിൽ ചെന്നിട്ട് സ്കാൻ ചെയ്താൽ നമ്മുടെ നേരെ നമ്മുടെ വാട്സപ്പ് ചാനൽ വരും. അതിലായിരിക്കും പുതിയ സെയിലിനായിട്ടുള്ള പോസ്റ്റിൽ വരും. അത് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് വാങ്ങാം. ഓൾ കേരള സപ്ലൈ ഉണ്ട്. നമ്മുടെ സ്ഥലം കരുനാഗപ്പള്ളി, കൊല്ലമാണ്. അതുകൊണ്ടാണ് നമ്മൾ നമ്പർ കൊടുക്കാത്തത്. കാരണം നിങ്ങൾ വിളിക്കുമ്പോൾ ആ സമയത്തൊന്നും ആ സെറ്റ് അവൈലബിൾ ആയിരിക്കത്തില്ല. നമ്മൾ ഫേസ്ബുക്കിൽ മെജോറിറ്റി ഒരു 90% ഇടുന്നത് നമ്മുടെ വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.